ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവം രാശി 2025 ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും അവയുടെ ഫലങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ഇടവം രാശിയുടെ സ്വാമി ശുക്രൻ, വീനസ്. ഈ മാസം ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് രണ്ടാമത്തെ ഹൗസിൽ വ്യാഴം, ശുക്രൻ, മൂന്നാമത്തെ ഹൗസിൽ സൂര്യനും ബുധനും, നാലാമത്തെ ഹൗസിൽ കേതു, അഞ്ചാമത്തെ ഹൗസിൽ ചൊവ്വ, 11ാമത്തെ ഹൗസിൽ ശനിയും 10ാമത്തെ ഹൗസിൽ രാഹുവുമാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നോക്കുന്നത് 7ാമത്തെ ഹൗസ്. 7ാമത്തെ ഹൗസിൻ്റെ സ്വാമി ചൊവ്വ ഇപ്പോൾ 5ാമത്തെ ഭാവത്തിൽ. നിങ്ങൾക്ക് ഈ മാസം ഓഗസ്റ്റ് മാസം ചൊവ്വയുടെ ദൃഷ്ടി 11ാം ഭാവത്തിലും വരുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം. ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കുന്നതിനുള്ള സമയം. നിങ്ങളുടെ പാർട്ട്ണറുമൊത്ത് ഉല്ലാസയാത്രയ്ക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് പ്രതീക്ഷകൾ എല്ലാം സാധിക്കുന്നതിനുള്ള സമയം. നിങ്ങളുടെ ലവ് റിലേഷൻ, സ്നേഹബന്ധം ഓഗസ്റ്റ് മാസം അനുകൂലമായിട്ടുള്ള സമയം തന്നെ. നിങ്ങളിലുള്ള സംസാരം, വാണി, സെൻസ് ഓഫ് ഹ്യൂമർ അതൊക്കെ നല്ലതായി നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെ നിങ്ങളിൽ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകും. സ്നേഹബന്ധം ഒക്കെ നോക്കുന്നത് 5ാം ഭാവം. 5ാം ഭാവമാണ് എഡ്യൂക്കേഷൻ്റെയും അതുപോലെ തന്നെ സന്താനങ്ങൾ നോക്കുന്നതും ഒക്കെ 5ാമത്തെ ഭാവത്തിലാണ്. ഈ 5ാമത്തെ ഭാവത്തിൽ ചൊവ്വയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ നല്ല ഒരു സ്നേഹബന്ധത്തോടു കൂടി നിങ്ങളുടെ പാർട്ട്ണറുടെ ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും എല്ലാം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒന്ന് മാറുന്നതിനുള്ള സമയം. പിന്നെ ഇതുവരെ നിങ്ങൾക്ക് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാതെ ഇരുന്നവർക്ക് പുതിയ സ്നേഹബന്ധങ്ങൾ വന്നു ചേരുന്നതിനുള്ള സമയം കൂടിയാണ്. നിങ്ങളുടെ ആരോഗ്യം നോക്കുന്നത് 1ാമത്തെ ഹൗസിൽ. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ വ്യക്തിത്വം ഒക്കെ 1ാമത്തെ ഹൗസിൽ. അപ്പോൾ നിങ്ങളുടെ 1ാമത്തെ ഹൗസിലെ സ്വാമി ശുക്രൻ ഇപ്പോൾ ഇരിക്കുന്നത് 2ാമത്തെ ഭാവത്തിൽ, അതും ശത്രുവിൻ്റെ കൂട്ടത്തിലാണ്. ഈ സമയം സ്കിൻ